സാറേ, കേരളത്തിൽ കാറും കോളും ഒക്കെ നിറഞ്ഞ് CPM ആടി ഉലയുക. പക്ഷേ എങ്കിൽ പോലും ഈ പറയുന്ന CPMൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഒരു പരാമർശവും, സീതാറാം യെച്ചൂരി, ഒരു പരാമർശവും ഇല്ല, ഒരു അഭിപ്രായവും ഇല്ല. അദ്ദേഹം എവിടെയാ? അദ്ദേഹം ആശുപത്രിയിലാണ്. അദ്ദേഹത്തിന് ഈ പ്രതികരിക്കാവുന്ന അവസ്ഥയല്ല, ഈ രോഗാവസ്ഥ പ്രതികരിക്കാവുന്ന വിധമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓഗസ്റ്റ് 19 അദ്ദേഹത്തിനെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഡൽഹിയിൽ പ്രവേശിപ്പിച്ചത്. ആദ്യം അദ്ദേഹത്തിനെ പ്രവേശിപ്പിച്ചത് എമർജൻസി വാർഡിലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് പ്രശ്നമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ICUവിലേക്ക് മാറ്റി. അപ്പോൾ ന്യൂമോണിയ ഉണ്ട് എന്ന് കണ്ടിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. ഇപ്പോൾ 5 ദിവസം മുമ്പത്തെ വിവരമൊക്കെ വെച്ചിട്ട് ശ്വാസകോശത്തിനെയൊക്കെ ബാധിച്ചിരിക്കുന്നു എന്നുള്ള വിധത്തിലാണ്. പക്ഷേ ഈ AMS ഒരു റിലീസ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു നേതാവ് വാർത്താക്കുറിപ്പൊക്കെ സാധാരണ നേതാക്കൾ ചെല്ലുമ്പോൾ ഉണ്ടാവുമല്ലോ. അതെ അതെ, മെഡിക്കൽ ബുള്ളറ്റിൻ അല്ലേ? അങ്ങനെ മെഡിക്കൽ ബുള്ളറ്റിൻ ഒന്നും ഈ വിഷയത്തിൽ ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഓഗസ്റ്റ് 19 പ്രവേശിപ്പിച്ചിട്ട് ഇപ്പോൾ കുറേ ദിവസങ്ങളായല്ലോ. അതെ. അപ്പോൾ ചില സമയത്ത് വെന്റിലേറ്ററിൽ അദ്ദേഹത്തിനെ വെന്റിലേറ്ററിലായിരുന്നു, അതായത് ശ്വസിക്കാൻ വേണ്ടി എന്നൊക്കെ ഇതേപ്പറ്റി ധാരണയുള്ള ഡൽഹിയിലെ ചില സഖാക്കളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനൊരു ഇടപെടൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പിലൊക്കെ ആയിരിക്കും അദ്ദേഹം ചിലപ്പോൾ സുഖപ്പെടുകയൊക്കെ ആയിരിക്കും. എന്തായാലും ഈ ഘട്ടത്തിലാണ് ഈ അൻവറിനെ കൊണ്ട് ചില ആളുകൾ, അതിൽ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളുണ്ട്, അല്ലാത്തവരുമൊക്കെ ഉണ്ട്. പൊളിറ്റ് ബ്യൂറോയിൽ എത്താൻ കഴിയാത്ത പഴയൊരു ഇടതുമുന്നണി കൺവീനർ എന്ന് പറഞ്ഞാൽ MA ബേബിയുടെയും വിജയരാഘവൻ്റെയൊക്കെ പേര് അവരുടെ ശത്രുക്കളൊക്കെ ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ അൻവറിനെ കയറൂരി വിട്ടതിൻ്റെ അകത്ത് അവരുമൊക്കെ കാണും എന്ന് പറയുന്നുണ്ട്. അതിനെ തെറ്റു പറയാനും പറ്റുമോ? ഇപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊക്കെ പറയുന്നവർ അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടായ്മ അങ്ങനെ രൂപപ്പെട്ടുകൂടെ? പിന്നെ കൂട്ടായ്മ ഉണ്ടാവുമല്ലോ പാർട്ടിയുടെ അകത്ത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയുണ്ടോ അതിൻ്റെ അകത്തൊക്കെ വിഭാഗീയത ഉണ്ടാവും. ഈ 1962 ഇന്ത്യയെ ചൈന ആക്രമിച്ചില്ലേ, ആ ആക്രമിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായിട്ട് ഇപ്പോഴൊക്കെ പുസ്തകങ്ങളിലൊക്കെ കാണുന്നത് അന്ന് അവിടെ പാർട്ടിയുടെ അകത്ത് വലിയ വിഭാഗീയതയായിരുന്നു. മാവോയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു. ലോങ് മാർച്ചിൻ്റെയൊക്കെ കാലത്ത് ഈ പട്ടാളത്തിൻ്റെ സംഗതിയൊക്കെ കൈകാര്യം ചെയ്തിരുന്ന മാവോയെ പോലെ തന്നെ സമശീർഷരായിട്ടുള്ള ആളുകളുമൊക്കെ അദ്ദേഹത്തിനെതിരെ മീറ്റിങ്ങുകളൊക്കെ സംസാരിക്കാൻ തുടങ്ങി, ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നൊക്കെ. അപ്പോൾ ഈ ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് ചില കാര്യങ്ങൾ രാഷ്ട്രീയക്കാർ ചെയ്യുമല്ലോ. അങ്ങനെ മറ്റേ ശ്രദ്ധ തിരിച്ചുവിടാനുമൊക്കെ വിഭാഗീയതയൊക്കെ വരുമ്പോൾ ആളുകൾ പല കാര്യങ്ങളുമൊക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഈ ഇങ്ങനെ കുറേ ആളുകൾ ഇതിനു വേണ്ടി, ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബേബി ഇവിടെ മുമ്പ് മന്ത്രിയായിരുന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ പ്രത്യേകിച്ച് പദവിയൊന്നുമില്ല, പൊളിറ്റ് ബ്യൂറോയിലുണ്ട്, യെച്ചൂരിയുടെ കൂടെയൊക്കെ ചർച്ചയിലുമൊക്കെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇപ്പോൾ ആശുപത്രിയിൽ ആരെങ്കിലും ഒരാൾ നിരന്തരം അവിടെ ഉണ്ടാകണം എന്ന് തീരുമാനിച്ചിട്ട് കാരാട്ടിൻ്റെ പേര് കേൾക്കുന്നുണ്ട് ഈ ശുശ്രൂഷിക്കുന്ന ആശുപത്രിയിൽ. MA ബേബി, വിജയരാഘവൻ, ഈ 3 പേരിൽ ആരെങ്കിലുമൊക്കെ അവിടെ തന്നെ കാര്യങ്ങളൊക്കെ നോക്കി ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിനാണെങ്കിൽ യെച്ചൂരിക്ക് ജീവിതത്തിൽ വലിയ ദുഃഖമുണ്ടാക്കിയൊരു സംഭവമാണ് കോവിഡ് കാലത്ത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ആശിഷ് യെച്ചൂരി, അന്ന് 35 വയസ്സായിരുന്നു, 2021 ആയിരുന്നു അന്ന് മരിച്ചുപോയത്. ഒരു വ്യാഴാഴ്ച COVID-19 ബാധിച്ചിട്ട്. ആശിഷിന് ഭാര്യ സ്വാതി ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതുപോലെ ആശിഷിൻ്റെ അമ്മ ഇന്ദ്രാണി മജുംദാർ എന്ന് പറഞ്ഞാൽ യെച്ചൂരിയുടെ ആദ്യ ഭാര്യ. ഇപ്പോൾ ഭാര്യ സീമ ചിസ്തി, രണ്ടാമത്തെ ഭാര്യ ഇന്ദ്രാണി മജുംദാർ ഉണ്ടായിരുന്നു. സഹോദരി അഖിലയും
സഹോദരൻ ഡാനിഷും 3 കുട്ടികൾ ആദ്യ വിവാഹത്തിൽ. ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ ആശിഷ് ടൈംസ് ഓഫ് ഇന്ത്യ, IBN ലൈവ്, ന്യൂസ് ലോണ്ടറി, പുനെ മിറർ അവിടെയൊക്കെ ജോലിയിൽ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ഈ ഏപ്രിൽ 12-ാം തീയതി 2021 ആശുപത്രിയിലാക്കിയപ്പോൾ ഈ കോവിഡ് കാരണം ഈ ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ടായിരുന്നു ആശിഷിന്. അന്ന് യെച്ചൂരി ട്വിറ്ററിൽ എഴുതുകയൊക്കെ ചെയ്തിരുന്നു. ദുഃഖത്തോടുകൂടി ഞാൻ പറയുകയാണ്, എൻ്റെ മൂത്ത മകൻ ഇന്ന് രാവിലെ മരിച്ചുപോയി. ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകിയ എല്ലാവരോടും നന്ദി, ചികിത്സിച്ചവർക്കും നന്ദി എന്ന് അതിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു. അന്നത്തെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി മോദിയുമൊക്കെ അനുശോചിച്ചിരുന്നു ആ കാലത്ത്. ഡി രാജ, CPIയുടെ ഡി രാജ യെച്ചൂരിയോട് അന്ന് സംസാരിച്ചിരുന്നു, മകൻ മരിച്ച ദിവസമൊക്കെ. അത് കഴിഞ്ഞിട്ട് രാജ പറഞ്ഞു, ഈ ആശിഷിനെയും അഖിലയെയും പറ്റി, ആശിഷും ആശിഷിൻ്റെ സഹോദരി അഖിലയെയും പറ്റി നല്ല ഓർമ്മകളാണുള്ളത്. അവർ വളർന്നു വരുന്നതൊക്കെ ഞാൻ കണ്ടതാണ്. അവർ ഞങ്ങളുടെ വീട്ടിലാണ് ഒരുപാട് സമയം കഴിഞ്ഞുകൊണ്ടിരുന്നത്. സ്കൂൾ കഴിഞ്ഞിട്ട് എൻ്റെ മകൾ അപരാജിതയുടെ കൂടെ ഇവർ കളിക്കുമായിരുന്നു. അവർ യെച്ചൂരിയുടെ കുടുംബം VP ഹൗസിൽ, നമ്മുടെ INS ബിൽഡിങ്ങിൻ്റെ ഒക്കെ അടുത്തുള്ള VP ഹൗസ്, MP-മാർക്കുള്ള ക്വാർട്ടേഴ്സ്, VP ഹൗസിലെ 5-ാമത്തെ നിലയിലായിരുന്നു യെച്ചൂരിയുടെ കുടുംബം. ഞങ്ങൾ താമസിച്ചിരുന്നത് 3-ാമത്തെ നിലയിലായിരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് രാജ ഒരു ഇട്ടിരുന്നതും ഓർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ യെച്ചൂരി രോഗാതുരനാണ്. ആ സമയത്താണ് ഇവിടെ കൊട്ടാര വിപ്ലവം. സാർ, ഇവിടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അൻവർ ഇത്ര ധൈര്യത്തോട് നിന്നിച്ച് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ചില കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം പുലിയെപ്പോലെ പോയവൻ എലിയെപ്പോലെ വന്നോ മറ്റോ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഒരു എലി മതി ഒരു വീടിനെ നശിപ്പിക്കാൻ, അല്ല ഒരു വീട്ടിലെ സമാധാനം നശിപ്പിക്കാൻ എന്നൊക്കെ. അത്ര മോശപ്പെട്ട മൃഗമല്ല എന്ന് പറഞ്ഞു. അതെ അതെ. അപ്പോൾ പറയുന്നതിനകത്ത് ആന്തരികമായ ചില അർത്ഥങ്ങളും അടങ്ങിയിട്ടില്ലേ? ഇല്ല, എലി മോശപ്പെട്ട മൃഗമല്ല എന്ന് പറഞ്ഞാൽ ഈ കരണ്ട് തിന്നുന്ന തൊരക്കുക അല്ലേ, അതെ, ഒരു തൊരപ്പൻ മൃഗമാണ് ഈ എലി ജീവി എന്ന് പറയാം. അപ്പോൾ അത് അത്ര അൻവറിന് അത്ര മതിയല്ലോ. അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ കരണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതെ, കരണ്ട് തിന്നുക, ഈ പണിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തുടക്കം അങ്ങനെ ഇട്ടുകൊടുത്താൽ വരുന്ന CPM-ൻ്റെ സമ്മേളനം ഉണ്ടല്ലോ, ഈ സമ്മേളനത്തിൽ എല്ലാ കാലവും പിണറായി വിജയൻ, അതായത് VS-ൻ്റെ ഒരു കാലത്തോടുകൂടി പാർട്ടിയെ തൻ്റെ കൈപ്പിടിയിൽ നിർത്തിയതല്ലേ. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന MV ഗോവിന്ദന് തൻ്റെ സ്ഥാനം നിലനിർത്താൻ ചില ശക്തികളൊക്കെ പ്രയോഗിക്കേണ്ടി വരുമെന്ന് തോന്നിയാൽ അദ്ദേഹവും ഈ അരയും തലയും മുറുക്കി രംഗത്തേക്ക് വരില്ലേ. അപ്പം ഇതിനകത്ത് വീണ്ടും ഒരു മത്സരം, അതായത് 2 ചേരികൾ തമ്മിലുള്ള മത്സരം ഉരുത്തിരിഞ്ഞു വരുമോ? ഇന്ന് ഒഞ്ചിയം ഭയങ്കര പാർട്ടി കേന്ദ്രമാണല്ലോ. TP ചന്ദ്രശേഖരനൊക്കെ ഉണ്ടാവും. ഒഞ്ചിയത്ത് 5-ാം പീടിക ബ്രാഞ്ച് ആ സമ്മേളനം മുടങ്ങി, സമ്മേളനം നടന്നില്ല. ഇപ്പൊ ബ്രാഞ്ച് സമ്മേളനം നടക്കുകയാണ്. അതെ, ഒഞ്ചിയം എന്ന് പറഞ്ഞത് ഒരു പാർട്ടി കോട്ടയല്ലേ. അതെ, അവിടെയൊക്കെ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഘടകമാണ്. ആ ബ്രാഞ്ച് സമ്മേളനം നടന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേതാക്കൾ വന്നെങ്കിലും ഈ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളുണ്ടല്ലോ 14 പേരോ മറ്റോ, അവരാരും വന്നില്ല. ഒരംഗം പോലും വന്നില്ല, ഒന്നും വന്നില്ല. അതൊരു സൂചനയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അണികൾ പൊതുവെ നിരാശരാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് തൊഴിലാളി വർഗ പാർട്ടിയാണ് എന്നൊക്കെ പറയുമെങ്കിലും കാണുന്നത് മുഴുവൻ ഈ മുതലാളിമാരെ ബൂർഷ്വ പരിപാടികളാണ്. നേതാക്കൾ മുഴുവൻ ഈ ബൂർഷ്വകളുടെ കൂടെ നടപ്പാണ്. പാർട്ടിക്ക് വേണ്ടി ഇവർ നിലകൊള്ളുന്നതായിട്ട് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഈ പാർട്ടിക്കകത്ത് ചില ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയന് ഒരു കത്ത് കൊടുത്തല്ലോ അൻവർ. ആ കത്തിൻ്റെ അകത്ത് പിണറായി വിജയൻ്റെ കുടുംബാംഗങ്ങൾ കൂടി ഉൾപ്പെട്ടതായി പറയപ്പെടുന്ന സ്വർണ്ണക്കടത്തിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളുണ്ട് എന്നാണ് എന്നോടൊരു സഖാവ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇത്ര ഒരു സാധനം ഉണ്ട്, സൂക്ഷിച്ചോ മുഖ്യമന്ത്രി എന്നുള്ളൊരു വാണി. കുറച്ച് കാര്യങ്ങൾ എനിക്കും അതിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ അൻവറിൻ്റെ
വിപ്ലവം എന്ന് പറയുന്നത് കള്ളക്കടത്ത് പൊട്ടിക്കൽ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് അതിൻ്റെ അടിസ്ഥാനങ്ങൾ. അതെ. അപ്പോൾ ഈ കത്തിൻ്റെ അകത്തും ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുടുംബാംഗങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇതേപ്പറ്റിയൊക്കെ വിവരമുള്ള ഒരാൾ എന്നോട് പറഞ്ഞത്. സമാനമായൊരു കത്ത് MV ഗോവിന്ദനും കൊടുത്തിട്ടുണ്ടല്ലോ, അത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇയാൾക്ക് ധൈര്യം വന്നതെന്ന് തോന്നുന്നു. അതേ കത്താണ് കൊടുത്തതെന്നും പറയുന്നുണ്ട് ഇതിൽ പറയുന്ന, അതായത് ഒരു കോപ്പിയും കൂടി എടുത്തിട്ട്. പിന്നെ ഒരു വേർഷൻ വന്നത് അൻവറിനെ നന്നായിട്ട് സ്വീകരിച്ചൊക്കെ ഇരുത്തിയിട്ട് മറ്റേ ഗോവിന്ദനെയും കണ്ടിട്ട് പോയാൽ മതി എന്ന് പിണറായി പറഞ്ഞതായിട്ടൊരു വേർഷൻ ഉണ്ട്. അതത്ര ശരിയാകണമെന്നില്ല, കാരണം ഗോവിന്ദനെയും കൂടി കാണാൻ വേണ്ടി തന്നെയായിരിക്കുമല്ലോ തിരുവനന്തപുരത്ത് വന്നത്. കാരണം പാർട്ടിയിൽ അദ്ദേഹത്തിന് അവിടെ ജയരാജനുമായിട്ട് സൗഹൃദമുണ്ട്. പിന്നെ ഗോവിന്ദനാണെങ്കിൽ അത്യാവശ്യം ഇപ്പം ജയരാജനുമായിട്ട് കൈകോർത്ത് നിൽക്കുകയാണ്. എന്തുകൊണ്ട്? പി ശശിയെ അവർക്കും ഒഴിവാക്കണം. അപ്പോൾ പി ശശിയെ ഒഴിവാക്കണം, അതിനുള്ള കാര്യങ്ങൾ പുറത്ത് പറയാൻ ജയരാജനും ഗോവിന്ദനും പറ്റില്ല. അപ്പോൾ വേറൊരാളെ അവരുപയോഗിച്ചതായി ആകാമല്ലോ അൻവറിനെ കൊണ്ട് ഈ കാര്യങ്ങൾ പറയിക്കുക എന്നുള്ളത്. സാർ, ഈ പിണറായി വിജയനാണ് MV ഗോവിന്ദൻ എന്ന് പറയുന്ന ആളെ പെട്ടെന്ന് വളർത്തിക്കൊണ്ട് വന്ന ഒരു സംസ്ഥാന സെക്രട്ടറി എന്ന പദവിയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടതാണ്, അപ്രതീക്ഷിതമായി. അങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരാൾക്ക് ആ സ്ഥാനത്തു നിന്ന് എടുത്ത് കളയാനും അത്ര പ്രയാസം ഉണ്ടാവുമോ? ഒരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ അത് കഴിയുമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഈ പാർട്ടി സമ്മേളനങ്ങൾ നടന്നു കഴിയുമ്പോൾ? കാരണം സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചിട്ടാണല്ലോ പുതിയ സെക്രട്ടറിയെ തീരുമാനിക്കേണ്ടത്. ഗോവിന്ദൻ വന്നത് എപ്പോഴാണ്? വിജയരാഘവനെ വെട്ടണം, ഗോവിന്ദനെ എടുക്കുക എന്നുള്ളതല്ലല്ലോ പ്രധാനം വിജയനെ സംബന്ധിച്ച്. വിജയരാഘവൻ എന്ന് പറയുന്നത് വെട്ടുക എന്നുള്ളതാണ്. കാരണം വിജയരാഘവൻ ഉള്ളപ്പോഴാണ് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത്. അങ്ങേര് താൽക്കാലിക സെക്രട്ടറി ആയിരുന്നു, അങ്ങേര് ഇടതു മുന്നണി കൺവീനറും ആയിരുന്നു. ആ സ്ഥാനങ്ങളൊന്നും വലിയ മോശമായിട്ട് വിജയരാഘവൻ കൊണ്ടുപോയിട്ട് സഖാക്കൾക്ക് വിവരമില്ല. നമുക്ക് വേറെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ, അല്ലെങ്കിൽ അവർ പിണറായി വിജയനും ആ ഗ്രൂപ്പും വിചാരിക്കുന്നത് പോലെ ചലിക്കാത്ത ഒരാളാണെന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു വിജയരാഘവൻ. അതെ, പക്ഷെ ആ സംഭവമാണല്ലോ ഇപ്പോൾ ഗോവിന്ദനെ പറ്റിയുള്ളത്. നമ്മൾ അധികാരമുള്ളപ്പോഴാണല്ലോ എങ്ങനെയാണ് ആളുകൾ പെരുമാറുക എന്നുള്ളത് മനസ്സിലാവുക. അതെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ ഒരാൾ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഭരണാധികാരിയോ ആയിക്കഴിഞ്ഞാൽ ഉടനെ ഇയാളെ ഏകാധിപതിയായിട്ട് മാറുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ലെനിൻ ഏറ്റവും വലിയ ഏകാധിപതികളിൽ ഒരാളാണ്. ലെനിൻ, പിന്നെ സ്റ്റാലിൻ, ചെഷസ്ക്യൂ, മാവോ, ഇപ്പോഴത്തെ ഈ കിം ജോങ് ഉൻ ഉത്തര കൊറിയ, അവിടെ ഈ വയനാട്ടിലൊക്കെ ഉരുൾപൊട്ടലുണ്ടായ പോലെ അവിടെയും ഉരുൾപൊട്ടലുണ്ടായി. സർക്കാർ ഉദ്യോഗസ്ഥരാ കുറ്റക്കാരെന്ന് പറഞ്ഞു. പുള്ളി അവരാണ് മഴ പെയ്ച്ചത് എന്നുള്ള മട്ടിൽ 30 പേരെ വെടിവെച്ച് കൊന്നു, ഉന്നത ഉദ്യോഗസ്ഥരെ. അങ്ങനെ പോയി അവിടെയൊക്കെ കണ്ടിരുന്നു. ഉരുൾപൊട്ടൽ ഇവർ വിചാരിച്ചിട്ടുണ്ടായതല്ലല്ലോ. അല്ല. അപ്പം ഇവിടെയും ഒരു തുള്ളി കിം ഒക്കെ ഈ പിണറായിയുടെ ഉള്ളിലൊക്കെ കാണും. അതെ. മൊത്തത്തിൽ രാജ്യത്തിന്റെ ഭരണം കയ്യിലില്ലാത്തതുകൊണ്ടാണല്ലോ റെഡ് ടെറർ എന്ന് പറഞ്ഞൊരു സംഗതി ലെനിൻ്റെ കാലത്ത് അവിടെ അരങ്ങേറിയിരുന്നു. ഒരുപാട് പേരെ തമ്പോ കലാപം എന്ന് പറഞ്ഞു, കൃഷിക്കാരെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. കാരണം കൃഷിക്കാരോട് പറഞ്ഞു, നഗരത്തിലെ സഖാക്കളെ സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങളാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൊയ്യുന്ന ധാന്യവും അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ കുറേ ഇങ്ങോട്ട് വെറുതെ തരാം, കാശൊന്നും കൊടുക്കില്ല. അത് പറ്റില്ല. അതുകൊണ്ട് തമ്പു എന്ന് പറഞ്ഞ സ്ഥലത്ത് ആളുകൾ കലാപം നടത്തി, കർഷകർ അവരെ മുഴുവൻ വെടിവെച്ച് വന്നു എന്ന് പറഞ്ഞാൽ മിനിമം പരിപാടിയാണ്. പിന്നെ ഈ ഏകാധിപതികളായ ആളുകൾക്ക് എപ്പോഴും പേടിയായിരിക്കും, ആരും വിശ്വാസം. കാരണം ഒരുപാട് ആളുകളെ വകവരുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ സഹായികൾ, ബന്ധുക്കൾ ഇവരൊക്കെ കാണും എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പേടിച്ച് കിടക്കുന്നവരായിരിക്കും. അപ്പോൾ ആക്രാന്തം കൂടും, പേടി കൂടുമ്പോൾ. അപ്പോൾ ഈ സമനില തെറ്റിയായിരിക്കും പെരുമാറ്റങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഗോവിന്ദൻ്റെ ഉള്ളിലും കാണുമല്ലോ ചെറിയ ഒരു തുള്ളി കിം. അപ്പോൾ അദ്ദേഹം അവിടെ ഇപ്പോൾ അദ്ദേഹത്തിന് പറയപ്പെടുന്നത് കെ ശൈലജയെ മുഖ്യമന്ത്രിയാക്കാൻ വിരോധമില്ല എന്നാണ്. ഇപ്പോൾ സാർ, ഈ സമ്മേളന കാലയളവ് അവസാനിക്കുമ്പം ആത്യന്തികമായി നോക്കിയാൽ ഈ പിണറായി വിജയനും MV ഗോവിന്ദനും കൂടെ ഒരു പാതയിലൂടെ പോവോ അതോ പാത വേർതിരിയോ? ഒരു പാതയിൽ കൂടി പോകാൻ പറ്റില്ല.
അതെന്താണെന്ന് വെച്ചാൽ ഗോവിന്ദന് അധികാര സ്ഥാനത്ത് തുടരണം, സെക്രട്ടറി. അതാണല്ലോ പ്രധാനപ്പെട്ട പൊസിഷൻ പാർട്ടിയിൽ. പിണറായി മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോഴാണ് ഈ പാർട്ടി സെക്രട്ടറിക്ക് വലിയ റോളൊക്കെ ഇല്ലാതെ വന്നത്. എല്ലാം തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഇറാൻമൂളികളെയാണ് പല സ്ഥാനങ്ങളിലും വെക്കുന്നതെന്നൊക്കെ പറഞ്ഞ സാഹചര്യമൊക്കെ വന്നത്. അതല്ല എങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കെ നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ക്യാബിനറ്റ് ബ്രീഫിംഗ് ഉണ്ടല്ലോ ബുധനാഴ്ച, അത് കഴിഞ്ഞ് മറ്റേ സെക്രട്ടേറിയറ്റിൽ പത്രസമ്മേളനം ഉണ്ടല്ലോ, കുറേ എണ്ണത്തിന് ഞാൻ പോയിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പുള്ളി ഇങ്ങനെ നോക്കുന്നത് കാണാം. ഞാൻ ചോദിച്ചു, സഖാവ് എന്താണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നത് കാണാമല്ലോ, വീട്ടിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു. അത് അങ്ങോര് ചില സാധനങ്ങൾ കൊടുത്തുവിടും, അതൊക്കെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു എന്ന് അവസാനം നോക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അച്യുതാനന്ദനായിരുന്നു പാർട്ടി സെക്രട്ടറി. അപ്പോൾ പാർട്ടി സെക്രട്ടറി അച്യുതാനന്ദനൊക്കെ ആയിരിക്കുമ്പോൾ പേടിയുണ്ടായിരുന്നേ. അപ്പോൾ പേടിയില്ലല്ലോ. പാർട്ടി സെക്രട്ടറി ആളുകൾക്ക് പേടിയുണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, അതാരാണെങ്കിലും. അതില്ല. അപ്പോൾ പി ശശിയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ. പി ശശിയെ ഇവർക്ക് താല്പര്യമില്ല. ഗോവിന്ദൻ ആ സംഘം ഉണ്ടല്ലോ കണ്ണൂരിൽ, അവർക്ക് താല്പര്യമില്ല. കാരണം ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ച CKP പത്മനാഭൻ്റെ അവസ്ഥ എന്താ? ഇപ്പോൾ പാർട്ടിയിൽ ഒരു സ്ഥാനമില്ല. ഡയാലിസിസ് നടത്തുന്നു, അതിനൊന്നും സഹായം, അത് വലിയ തുക വേണ്ടതല്ലേ. സാധാരണ പാർട്ടി അവിടെ ചെന്ന് ചോദിക്കുന്ന പല ആളുകൾക്കും കല്യാണത്തിനൊക്കെ ഇൻവിറ്റേഷൻ കൊടുക്കുമല്ലോ, ചെറിയ സഹാക്കളൊക്കെ വന്നിട്ട്. അപ്പോഴൊക്കെ പാർട്ടി സഹായിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ഇവരുടെ മുമ്പിൽ വരുമ്പോൾ ഈ കല്യാണത്തിന് വിളിക്കാൻ ആളുകൾ വരുന്നതൊക്കെ, അപ്പോൾ ഇവരെന്നോട് നായനാരൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്കറിയുന്ന പാർട്ടിയൊന്നുമല്ല, ഞങ്ങൾ സഹായിക്കാറൊക്കെ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ സഹായിക്കുന്നതൊക്കെ വേറെ ആളുകളെയും, ഉന്നതർ, കോർപ്പറേറ്റുകൾ, ബൂർഷുകൾ. ഈ ഫീലിംഗ്, നിരാശ സഖാക്കൾക്കുണ്ട്. അതാണ് 5 പീടികയിൽ നിന്ന് കണ്ടത്. ബ്രാഞ്ച് സമ്മേളനം നടന്നില്ല. എന്തായാലും ഈ കലാപകലുഷിതമായ കാലത്തിലൂടെ കടന്നു പോകുന്ന CPM എന്ത് സംഭവിക്കും നമുക്ക് കുറച്ച് ദിവസം കൂടെ കാത്തിരിക്കാം അല്ലേ? പാർട്ടി സമ്മേളനങ്ങൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ഒഫീഷ്യൽ പാനൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ മത്സരിക്കാനൊക്കെ പല ആളുകളും വന്നു എന്നൊക്കെ വരാം ഇവരോടുകൂടി. പിന്നെ ധാരാളം വിമർശനങ്ങൾ അതിൻ്റെ അകത്തുന്നയിക്കാമല്ലോ. അത്തരം വിമർശനങ്ങൾക്കൊക്കെ ഉള്ള നല്ല വെടിമരുന്നാണ് അൻവർ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, ആ പോലീസുകാർ മുഴുവൻ സംരക്ഷിച്ച് നിർത്തുന്ന കണ്ടില്ലേ? ഈ അങ്ങനെ സംരക്ഷിച്ച് നിർത്തിക്കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നമാവും. സിനിമയുടെ കാര്യത്തിലും കണ്ടതല്ലേ, രഞ്ജിത്തിനെയൊക്കെ സംരക്ഷിക്കാൻ നോക്കി, ഇപ്പോൾ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും സാധാരണഗതിയിൽ ജനങ്ങൾക്ക് അണികൾക്ക് തീരെ ഈ കാര്യങ്ങളിൽ താല്പര്യമില്ല. കാരണം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നാലും തോറ്റു പോകുന്നുള്ള അവസ്ഥയുണ്ടല്ലോ, അതാർക്കും താല്പര്യമുള്ളതല്ല. പിന്നെ വേറെ പാർട്ടിയിലെ ആളുകളെയൊക്കെ സംരക്ഷിക്കുന്നു എന്നൊക്കെയുള്ള തോന്നലൊക്കെ ഉണ്ട്. ഇന്ന് MM ഹസൻ PV അൻവറിനെ ക്ഷണിച്ചിട്ടുമുണ്ട്. കാത്തിരിക്കാം സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.